ബാഴ്സലോണ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു മാർക്കസ് റാഷ്ഫോർഡ് എന്ന ഇംഗ്ലീഷ് താരത്തെ ടീമിലേക്ക് എത്തിച്ചിരുന്നത്. മാർക്കസ് റാഷ്ഫോർഡിനെ ബാഴ്സലോണ നിലനിർത്തണോ വേണ്ടയോ നമുക്ക് നോക്കാം. മാർക്കസ് റാഷ്ഫോർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി വളരെ മോശം പെർഫോമൻസ് നടത്തിയ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള ആസ്റ്റൺ വില്ലയിലേക്ക് താരത്തെ ലോണിൽ നൽകുന്നു. ലോണിൽ ആസ്റ്റൺ വില്ലയിലേക്ക് എത്തിയ താരം വളരെ മികച്ച പ്രകടനം അവിടെ നടത്തുന്നു. അതിനുശേഷം ലോൺ കാലാവധി തീർന്നിട്ട് ആസ്റ്റൺ വില്ലയിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് റാഷ്ഫോർഡ് തിരിച്ചെത്തി. ആ റാഷ്ഫോർഡിനെ വീണ്ടും ലോണിൽ ബാഴ്സലോണ ടീമിലേക്ക് എത്തിക്കുകയായിരുന്നു. ബാഴ്സയിലെത്തിയ താരം 26 മത്സരങ്ങളിൽ നിന്ന് 11 അസിസ്റ്റും 7 ഗോളുകളുമാണ് നേടിയിട്ടുള്ളത്. അതായത് 26 മാച്ചിൽ നിന്ന് 18 ഗോൾ കോൺട്രിബ്യൂഷൻ. ബാഴ്സലോണയുടെ ഒരു പ്രധാന താരമൊന്നുമല്ല മാർക്കസ് റാഷ്ഫോർഡ്. ബാഴ്സലോണ താരത്തെ സ്ഥിരമായിട്ട് ആദ്യ ലോണിൽ കളിപ്പിക്കാറുമില്ല. ബാഴ്സലോണയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് ടീമിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു. അത് തന്നെയാണ് ബാഴ്സലോണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കസ് റാഷ്ഫോർഡ് ബാഴ്സലോണയെ സംബന്ധിച്ച് ഒരു ബാക്കപ്പ് ഓപ്ഷനാണ്. റാഫീനയ്ക്ക് പകരമായിട്ട് ആ ഒരു വിങ്ങിൽ, ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാൻ വേണ്ടി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള താരത്തെ സംബന്ധിച്ച് താരം കുറച്ചുകൂടെ വെർസാറ്റിലിറ്റി ഒരു താരമാണ്. ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും അതുപോലെ സെന്റർ ഫോർവേഡായിട്ടൊക്കെ താരത്തിന് കളിക്കാൻ കഴിയും. സെക്കൻഡ് സ്ട്രൈക്കറായിട്ടും കളിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ടീമിന് ഗുണമാകുമെന്ന രീതിയിലായിരുന്നു ബാഴ്സലോണ താരത്തെ ടീമിലേക്ക് എത്തിച്ചിരുന്നത്. ലോണിൽ താരം ടീമിലെത്തിയെങ്കിലും വളരെ മികച്ച പ്രകടനമാണ് ടീമിനോട് താരം നടത്തിയിട്ടുള്ളത്. അറിയാലോ, 26 മാച്ചിൽ നിന്ന് 18 ഗോൾ കോൺട്രിബ്യൂഷൻ പറയുന്നത് ഒരു ബാക്കപ്പ് പ്ലെയറിനെ സംബന്ധിച്ച് നല്ല നമ്പറാണത്. വളരെ മികച്ച പെർഫോമൻസ് ആണത്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ് താരം നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബാഴ്സയുടെ മാനേജ്മെന്റിനായാലും ശരി, ബാഴ്സയുടെ കോച്ചായിട്ടുള്ള ഹാൻസി ഫ്ലിക്കിനായാലും ശരി, താരത്തെ ടീമിൽ നിലനിർത്താൻ താല്പര്യമുണ്ട്. അതായത് വരുന്ന ജൂൺ, അതായത് 2026 ജൂണോടുകൂടി താരത്തിന്റെ ലോൺ കാലാവധി അവസാനിക്കും. താരത്തിന്റെ ലോൺ ഡീലിൽ ഒരു റിലീഫ് ക്ലോസ് ഉണ്ട്. 30 മില്യൺ യൂറോസിന്റെ ഒരു റിലീഫ് ക്ലോസ്. അതായത് 30 മില്യൺ യൂറോസ് നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നൽകുന്നു. എന്നിട്ട് താരത്തെ പെർമനന്റ് ആയിട്ട് ടീമിലേക്ക് എത്തിക്കുന്നു. ഈ ഒരു റിലീഫ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാനാണ് ബാഴ്സയുടെ തീരുമാനം. ഈ ഒരു തീരുമാനം നല്ലതാണോ മോശമാണോ, നല്ലൊരു തീരുമാനമാണോ ഇത് എന്നത് നമുക്ക് പരിശോധിക്കാം. അതായത് 30 മില്യൺ യൂറോസിന് മാർക്കസ് റാഷ്ഫോർഡിനെ പോലെ ഒരു ഹൈ ക്വാളിറ്റി വിങ്ങറിനെ ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, കിട്ടത്തില്ല. മാർക്കസ് റാഷ്ഫോർഡിന്റെ ആ ഒരു ടാലന്റും പൊട്ടൻഷ്യലും ഉള്ള ഒരു ഹൈ ക്വാളിറ്റി പ്ലെയർ, അതും ഇത്രയും വെർസാലിറ്റി ഉള്ള, അതായത് പല പൊസിഷനുകളിൽ, അറ്റാക്കിങ്ങിലെ പല പൊസിഷനിൽ കളിക്കാൻ കെൽപ്പുള്ള ഒരു താരത്തെ 30 മില്യൺ യൂറോസിന് കിട്ടത്തില്ല. ബാഴ്സയ്ക്ക് ഒരു 60 മില്യൺ എങ്കിലും ബാഴ്സ ചെലവാക്കേണ്ടി വരും ഇങ്ങനത്തെ ഒരു താരത്തെ ടീമിലെത്തിക്കും. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ 30 മില്യന്റെ ഈ ഒരു ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് താരത്തെ ടീമിലേക്ക് നിലനിർത്തുക എന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ഈ ഒരു താരം പോയാലും പുതിയതായിട്ടൊരു പ്ലെയറിനെ എത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയർ ബാഴ്സയുടെ സിസ്റ്റമായിട്ടൊന്ന് സെറ്റായി വരണം, അല്ലേ? ഇപ്പോൾ ഈ ഒരു പ്ലെയർ ഒരു സീസൺ കളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഇതിലും മികച്ചൊരു പെർഫോമൻസ് താരത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബാഴ്സയുടെ നിലവിലെ ഈ ഒരു തീരുമാനത്തിനോട് ഞാൻ യോജിക്കുന്നു. ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സ എടുക്കുന്ന ഓരോ ട്രാൻസ്ഫർ മൂവ്മെന്റും വളരെ മികച്ചതാണ്. ഇപ്പോൾ കറന്റ് കുറച്ചൊരു 2 വർഷമായിട്ട് ബാഴ്സ എടുത്തിരിക്കുന്ന എല്ലാ ട്രാൻസ്ഫേഴ്സും വളരെ മികച്ച രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ റാഷ്ഫോർഡിനെ ടീമിൽ നിലനിർത്തുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ഒരു 30 മില്യണിന് ഒരു ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരത്തെ, ഒരു വിങ്ങറിനെ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഴ്സ ഈ ഒരു 30 മില്യന്റെ ഈ ഒരു റിലീസ് ക്ലോസ്, അതായത് 30 മില്യന്റെ ഈ ഒരു ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് താരത്തെ ടീമിലേക്ക് വീണ്ടും നിലനിർത്തി കഴിഞ്ഞാൽ അത് ബാഴ്സയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. താരത്തിന്റെ പെർഫോമൻസും മോശമൊന്നുമല്ലല്ലോ. 26 മാച്ചിൽ നിന്ന് 18 ഗോൾ കോൺട്രിബ്യൂഷൻ, ഒരു ബാക്കപ്പ് പ്ലെയർ, അതായത് എല്ലാ മാച്ചിലും കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തെ ആദ്യ 11 ഉൾപ്പെടുത്തുന്നില്ല. എല്ലാ മാച്ചിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല. ചില മാച്ചിൽ ആദ്യ 11 കളിപ്പിക്കുന്നു. ചില മാച്ചിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ ഒരു സീസണിൽ താരത്തിന് കൂടുതൽ മാച്ച് ടൈം കിട്ടാനുള്ള കാരണം റാഫീനയുടെ ഇഞ്ചുറിയാണ്. റാഫീനയ്ക്ക് ഇഞ്ചുറി പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ താരത്തിന് ഇത്രയും ടൈം ഒന്നും കിട്ടത്തില്ല കളിക്കാൻ. അപ്പോൾ അത്രയും ടൈം താരത്തിന് കിട്ടിയിട്ടുള്ളതിനുള്ള ഒരു പ്രധാന കാരണം റാഷ്ഫോർഡിന്റെ ഇഞ്ചുറിയാണ്, റാഫീനയുടെ ഇഞ്ചുറിയാണ്. അപ്പോൾ റാഷ്ഫോർഡിനെ സംബന്ധിച്ച് റാഷ്ഫോർഡ് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരമാണ്. താരത്തിന്റെ ഒരു ബാഴ്സയിലെ നമ്പർ കിടലനാണ്, അതായത് 18 ഗോൾ കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ താരത്തെ നിലനിർത്തുന്നതാണ് ഏറ്റവും മികച്ചൊരു തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.